നമസ്കാരം. പുനർജനി കേസിൽ വി.ഡി. സതീശന് വിജിലൻസ് ക്ലീൻ ചിറ്റ് നൽകിയത്രേ. ഇന്നലെ മുതൽ കേരളത്തിൽ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ പടച്ചുവിടുന്ന ഒരു പച്ചക്കള്ളം ഇതാണ്. അതായത് പ്രളയബാധിതരായ മനുഷ്യർക്ക്, പറവൂരിലെ മനുഷ്യർക്ക് വീട് വെച്ച് നൽകാനാണെന്നും പറഞ്ഞുകൊണ്ട് പറവൂർ MLA വി.ഡി. സതീശൻ വിദേശത്ത് പോയി മണപ്പാട്ടിൽ എന്ന അക്കൗണ്ടിലേക്ക് പണം പിരിച്ചെടുത്തിട്ട് പിരിച്ച പണം എവിടെയെന്ന് ചോദിക്കുമ്പോൾ കൈമലർത്തി കാണിക്കുന്ന ഒരു പദ്ധതി. പാവപ്പെട്ട മനുഷ്യരുടെ പേരും പറഞ്ഞ് പുനർജനി എന്ന ഓമന പേര് വിട്ട് വിളിക്കുന്ന ഈ പദ്ധതിയുടെ മേല് വിജിലൻസ് അന്വേഷണം നടന്നു വരികയായിരുന്നു. അപ്പോഴാണ് കേസുമായി ബന്ധപ്പെട്ട ചില അന്വേഷണ വിവരങ്ങൾ വിജിലൻസ് സ്പീക്കർക്ക് കൈമാറുന്നത്. ആ വിവരത്തിൽ വിജിലൻസ് ഈ കേസിൽ സതീശൻ പണം വാങ്ങിയത് മണപ്പാട്ടിൽ എന്ന NGOയുടെ അക്കൗണ്ടിലേക്കാണെന്നും ഇതേ പ്രളയബാധിതർക്കായി വിദേശത്തുനിന്ന് സംഭാവന സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാരിന് പോലും കേന്ദ്രം അനുമതി നൽകിയിട്ടില്ലാത്തതിനാലും സതീശൻ ഒരു അനുമതിയും കേന്ദ്രത്തിൽ നിന്നും വാങ്ങിയിട്ടില്ലാത്തതിനാലും സ്പീക്കറുടെ അനുമതി പോലും ഇല്ലാത്തതിനാലും ഇങ്ങനെ പണം പിരിക്കുന്നത് ഫെറ നിയമത്തിന്റെ കീഴിൽ വരുന്നതിനാലും ഈ കേസ് അന്വേഷിക്കേണ്ടത് ടെക്നിക്കലി CBI ആയതിനാലും വിജിലൻസ് ഈ കേസ് CBIക്ക് കൈമാറുന്നു എന്ന ശുപാർശ നൽകുന്നു. ഈ വിവരത്തെയാണ് മാധ്യമങ്ങൾ ക്ലീൻ ചിറ്റ് എന്ന് അവതരിപ്പിക്കുന്നത്. നോക്കൂ, ആ ക്ലീൻ ചിറ്റിന്റെ ഒരു കോപ്പിയോ കേസ് അന്വേഷണത്തിൽ സതീശൻ കുറ്റക്കാരനല്ല എന്ന് തെളിയിക്കുന്ന ഫയൽ നമ്പറോ ഹാജരാക്കാതെയാണ് ഈ പച്ചക്കള്ളം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മാധ്യമങ്ങൾക്ക് താല്പര്യം പലതും ഉണ്ടാവും, പക്ഷെ വാർത്തകൾ വിശ്വസിക്കുന്നതിന് മുമ്പ് നമ്മൾ സത്യം അറിയണം. സതീശൻ വിദേശത്ത് പോയി പണം ആവശ്യപ്പെടുന്ന വീഡിയോകളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെ പണം പിരിച്ചെടുത്തിട്ടുണ്ടെന്ന് അദ്ദേഹം തന്നെ മുൻപ് പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞ ദൃശ്യങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ അങ്ങനെ പിരിക്കാൻ സതീശൻ ആരാണ് അനുമതി നൽകിയത്? പിരിച്ച പണം എവിടെയാണ്? അതെല്ലാം എന്ത് ചെയ്തു? കെട്ടിക്കൊടുത്ത വീടുകൾ എവിടെയാണ്? ചോദ്യങ്ങളൊക്കെ പ്രസക്തമല്ലേ? ഇവിടെ പ്രസക്തമായത് 3 ചോദ്യങ്ങളാണ്. പണം എവിടെ? വീടെവിടെ? കണക്കെവിടെ? ഇപ്പോ ക്ലീൻ ചിറ്റ് നൽകിയ പേപ്പർ എവിടെ? വീട് വെച്ച് നൽകാമെന്ന് പറഞ്ഞ് മനുഷ്യരെ കബളിപ്പിക്കുക, തട്ടിപ്പ് നടത്തുക, പിടിച്ചു പറിക്കുക, പണം പിരിക്കുക, ഒടുവിൽ പറ്റിക്കുക. ഇപ്പോ ഇതൊക്കെ മറച്ചു വെക്കാൻ വേണ്ടി മാധ്യമങ്ങളുടെ കൂട്ടുപിടിച്ച് വ്യാജ വാർത്ത നൽകുക. വാളെടുക്കണം, വല വിരിക്കണം, വേണ്ടിടത്ത് വേണ്ട പോലെ വാൽ നടക്കണം. നേരാനേരത്ത് വാക്ക് മാറ്റണം, കാലുമാറണം, ചൂട് മാറ്റണം. 4 ആൾ കൂടുമ്പോൾ കേറി നിൽക്കണം, ഓടിയെത്തണം, വീറും കാട്ടണം. നേതാവ് ഇന്ന് നേതാവ്, നാളെ രാജാവ്, എന്നും ജേതാവ്.